കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. ഇറ്റലി അൽബേനിയ കുടിയേറ്റ കരാറിൽ കെയർ സ്റ്റാമർ വലിയ താൽപര്യം പ്രകടിപ്പിച്ചതായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞു. ഇറ്റലിയിലേക്കുള്ള ക്രമരഹിതമായ കുടിയേറ്റത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി 4 മില്യൺ പൗണ്ട് ഇറ്റലിക്ക് വാഗ്ദാനം ചെയ്തു. റോമിൽ നടന്നൊരു പത്രസമ്മേളനത്തിനിടെ സംസാരിക്കവേ UK-യും ഇറ്റലിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യമൂന്നി പറഞ്ഞ പ്രധാനമന്ത്രി മെലോണിയുടെ ഈ പ്രസ്താവനയോട് യോജിച്ചു. എന്നിരുന്നാലും അൽബേനിയയുമായുള്ള കരാറിനേക്കാൾ കുടിയേറ്റക്കാരെ രാജ്യത്ത് എത്തുന്നത് തടയാനുള്ള ഇറ്റലിയുടെ തന്ത്രത്തിനാണ് തനിക്ക് കൂടുതൽ താൽപ്പര്യമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇറ്റലിയിലേക്ക് എത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ അടുത്ത ആഴ്ച മുതൽ അൽബേനിയയിലേക്ക് നാടുകടത്തും. ആഫ്രിക്കയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഇറ്റാലിയൻ തീരം വഴി ഫ്രാൻസിലൂടെയാണ് UK-യിലേക്ക് എത്തുന്നത്. UK-യിലേക്ക് വരാൻ പോകുന്ന അനധികൃത കുടിയേറ്റക്കാരെ അവർ സഞ്ചരിച്ചു വരുന്ന രാജ്യങ്ങളിലെ സർക്കാരുമായി പ്രവർത്തിച്ച് അവരെ അവിടെ നിന്ന് മടക്കി അയക്കാനുള്ള പദ്ധതികളിലാണ് കെയർ സ്റ്റാമർ താൽപര്യം പ്രകടിപ്പിക്കുന്നത്. കാണുന്നതോടൊപ്പം തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓട്ടിസം ബാധിച്ച മകൾക്ക് വിസ നിഷേധിച്ച തജ്വർ സിദ്ദിഖിയുടെ കേസ് വീണ്ടും പരിഗണിച്ചതായി ഹോം ഓഫീസ് അറിയിച്ചു. മകൾക്ക് വിസ നൽകാത്തത് കാരണം കിഴക്കൻ ലണ്ടനിലെ GP സർജറിയിൽ നിന്നും ജോലി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ഭയന്ന ഡോക്ടർ തജ്വർ സിദ്ദിഖിയും ഭാര്യയും ഹോം ഓഫീസിന്റെ ഈ U-turn തീരുമാനത്തെ ആഘോഷിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ പ്രസിദ്ധീകരിച്ച ഗാർഡിയൻ റിപ്പോർട്ട് അനുസരിച്ച് തജ്വർ സിദ്ദിഖിക്കും ഭാര്യ ഷെഹ്ലർ തജ്വർക്കും UK-യിലേക്ക് വരാൻ വിസ അനുവദിച്ചപ്പോൾ ഇവരുടെ മകൾ അലീന തജ്വർ സിദ്ദിഖിക്ക് വിസ അനുവദിച്ചിരുന്നില്ല. തങ്ങളുടെ മകൾക്ക് ഓട്ടിസം കാരണം സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ലെന്നും തങ്ങൾക്ക് മാത്രമേ അവളെ പരിപാലിക്കാൻ കഴിയുകയുള്ളെന്നും ദമ്പതികൾ ഹോം ഓഫീസിൽ അറിയിച്ചിരുന്നു. എന്നാൽ ഹോം ഓഫീസ് അലീനയ്ക്ക് 18 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടെന്നുള്ള കാരണത്താൽ വിസ നിഷേധിക്കുകയായിരുന്നു. കിഴക്കൻ ലണ്ടനിലെ ഇൽഫോർഡിലെ ഡോക്ടേഴ്സ് ഹൗസ് എന്ന പേരിൽ ഒരു NHS GP സർജറിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഉയർന്ന വൈദഗ്ധ്യമുള്ള വർക്കർ വിസയ്ക്കായി ഹോം ഓഫീസിൽ വിജയകരമായി അപേക്ഷിക്കുന്നതിന് മുമ്പ് സിദ്ദിഖി തന്റെ സ്വന്തം രാജ്യമായ പാകിസ്ഥാനിലും സൗദി അറേബ്യയിലും പതിറ്റാണ്ടുകളായി ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇംഗ്ലണ്ടിലെ ജൂനിയർ ഡോക്ടർമാർ 2 വർഷത്തിനുള്ളിൽ 22% ശമ്പള വർധനവ് എന്ന ഗവൺമെന്റിന്റെ വാഗ്ദാനം അംഗീകരിച്ചു. ഇതോടെ 18 മാസമായി നീണ്ടുനിന്ന ജൂനിയർ ഡോക്ടർമാരുടെ സമരം അവസാനിച്ചു. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനിലെ 66% ജൂനിയർ ഡോക്ടേഴ്സുമാർ ഈ പേ റൈസിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഏകദേശം 46,000-ഓളം ജൂനിയർ ഡോക്ടർമാർ ഓൺലൈൻ ബാലറ്റിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഭാവി വർഷങ്ങളിൽ പണപ്പെരുപ്പത്തിന് മുകളിലുള്ള കൂടുതൽ ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്നതായും അല്ലെങ്കിൽ വീണ്ടും സമരത്തിനിറങ്ങുമെന്നും BMA മുന്നറിയിപ്പ് നൽകി. 4 മണിക്കൂറിനുള്ളിൽ 2 തവണ GP-യിൽ നിന്ന് വീട്ടിലേക്ക് അയച്ച 8 വയസ്സുകാരി സെപ്സിസ് ബാധിച്ചു മരിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ നിയമ നടപടിക്കൊരുങ്ങുന്നു. സ്റ്റാറ്റ്ഫോർഡ് ഷെയറിലെ ബിഡുൽഫിൽ നിന്നുള്ള 8 വയസ്സുകാരി മിയ ഗ്ലിനാണ് 2022 ഡിസംബർ 9 സെപ്സിസ് ബാധിച്ചു മരിച്ചത്. ഡിസംബർ 5 മിയ തൊണ്ടവേദനയെക്കുറിച്ച് പരാതിപ്പെടാൻ തുടങ്ങിയെന്നും 3 ദിവസത്തിന് ശേഷം അവൾക്ക് താപനിലയും കടുത്ത തലവേദനയും ഉണ്ടായപ്പോൾ മാതാപിതാക്കൾ GP-യെ കാണിക്കാൻ കൊണ്ടുപോയി. എന്നാൽ മകളുടെ സ്ഥിതി വഷളായതിനെ തുടർന്ന് വീണ്ടും GP-യെ കാണാൻ പോയപ്പോൾ രണ്ടാമതൊരു അഭിപ്രായത്തിനായി ഡോക്ടർ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുകയായിരുന്നു. എന്നാൽ ഹോസ്പിറ്റലിൽ ബെഡുകളൊന്നും അവൈലബിൾ അല്ലാത്തതു കാരണം മിയയ്ക്ക് ഫ്ലൂയിഡും ഐബുപ്രൂഫിനും കൊടുത്ത് GP വീട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. മകളുടെ സ്ഥിതി വീണ്ടും വഷളായപ്പോൾ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഹൃദയസ്തംഭനം മൂലം മിയ മരിക്കുകയായിരുന്നു. ഇനിയൊരു കൊച്ചുകുട്ടിക്കും മെഡിക്കൽ നെഗ്ലിജൻസ് മൂലം ജീവൻ നഷ്ടമാകാൻ പാടില്ല എന്ന തീരുമാനത്തിന്റെ പുറത്താണ് ഇപ്പോൾ നിയമ നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്നത്. സെപ്സിസിന്റെ അപകടങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിലാണ് ഇപ്പോൾ തങ്ങളുടെ ശ്രദ്ധയെന്ന് ദമ്പതികൾ പറഞ്ഞു. വിവിധ ധനസമാഹരണ പരിപാടികളിലൂടെ അവളുടെ സ്മരണയ്ക്കായി 40,000 പൗണ്ടിലധികം സമാഹരിച്ചു. കൂടാതെ കുടുംബം 16,000 പൗണ്ടിലധികം UK സെപ്സിസ് ട്രസ്റ്റിന് സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട്. പുതിയ XEC കോവിഡ് വേരിയന്റ് UK, USA, ഡെൻമാർക്ക്, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ പടരാൻ തുടങ്ങി. ഈ ശരത്കാലത്ത് കോവിഡ് വ്യാപിക്കാൻ സഹായിക്കുന്ന ചില പുതിയ മ്യൂട്ടേഷനുകൾ ഇതിലുണ്ട്. എന്നിരുന്നാലും ഗുരുതരമായ കേസുകൾ തടയാൻ വാക്സിനുകൾ സഹായിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ജീവിതത്തിലും മരണത്തിലും ഒരുമിച്ച UK മലയാളി ദമ്പതികൾക്ക് അന്ത്യനിദ്രയും ഒരേ കല്ലറയിൽ. UK-യിലെ റെഡിച്ചിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ മരിച്ച അനിൽ ചെറിയൻ, സോറിയ സാറ ഐബ് ദമ്പതികൾക്ക് UK-യിലെ മലയാളി സമൂഹം അന്ത്യാഞ്ജലി നൽകി. കഴിഞ്ഞ ദിവസം അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ RC ചർച്ചിൽ നടന്ന പൊതുദർശന ശുശ്രൂഷകളിൽ UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. രാവിലെ 11:45 ആരംഭിച്ച പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 റെഡിച്ച് ബറോ സെമിത്തേരിയിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത്. തുടർന്ന് ഇരുവരെയും പ്രാദേശിക കൗൺസിലിന്റെ പ്രത്യേക അനുമതിയോടെ ഒരേ കല്ലറയിൽ അടക്കി. ബർമിംഗ്ഹാം ഹോളി ട്രിനിറ്റി ചർച്ചിലെ ഫാദർ സബി മാത്യു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംസ്കാര ചടങ്ങിൽ റെഡിച്ച് ബറോ കൗൺസിലർ മേയർ ജുമ ബീഗം, റെഡിച്ച് MP ക്രിസ്റ്റഫർ ബ്ലോറ എന്നിവരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. റെഡിച്ചിലെ മലയാളി സംഘടനയായ KCA ആണ് സംസ്കാര ശുശ്രൂഷകൾക്കുള്ള ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത്.
സംസ്കാരത്തിന് വേണ്ടിവരുന്ന ചെലവുകൾക്കുള്ള തുക KCA തന്നെ കണ്ടെത്തി നൽകുകയായിരുന്നു KCA പ്രസിഡന്റ് ജെയ് തോമസ്, സെക്രട്ടറി ജസ്റ്റിൻ മാത്യു എന്നിവർ അറിയിച്ചു. മികച്ച ജീവിതം സ്വപ്നം കണ്ട് ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇരുവരും UK-യിലെത്തിയത്. എന്നാൽ അതൊടുവിൽ ഇത്തരത്തിൽ അവസാനിച്ചതിൻ്റെ തേങ്ങലിലാണ് UK-യിലെയും നാട്ടിലെയും ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ ജീവിതത്തിൽ ഒരുമിച്ച് ഇരുവരും ഒടുവിൽ മരണത്തിലും ഒരുമിച്ചപ്പോൾ ഇരുവരുടെയും മക്കളാണ് തനിച്ചായത്. UK-യിലുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കരുതലിലും സംരക്ഷണയുമുള്ള മക്കൾക്ക് UK-യിൽ തന്നെ തുടരാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് KCA ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ UK, യൂറോപ്പ്, USA വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.